പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് വീക്ക് ആണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് ബോഡി ഹെൽത്തി ആയി ഇരിക്കണം. എപ്പോഴും ബോഡി ഹെൽത്തി ആയി ഇരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്. Ready, set, go! മമ്മി, ഡാഡിയുടെ ബർത്ത്ഡേ എന്നാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ? അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല, പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡിയല്ലേ. ഹായ്,
മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഹോംവർക്ക് ചെയ്തവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. എന്തു പറ്റി ജോമിയ? ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ? കൈനീട്ട്, ഇനി മറക്കാതിരിക്കാനാണ്. അയ്യോ, തന്നല്ലേ മിസ്. ഇനി ഞാൻ മറക്കില്ല. തന്നല്ലേ മിസ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്വപ്നമായിരുന്നോ? ഭാഗ്യം. ഞാൻ ഇന്നും ഹോംവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ജോമി, എഴുന്നേക്കുന്നില്ലേ? സ്കൂളിൽ പോകേണ്ടേ നിനക്ക്? നേരം വൈകിട്ടോ? വയ്യമ്മേ, സുഖമില്ല. വല്ലാത്ത ക്ഷീണം. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെങ്ങനെയാ? കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല. മഴ കൊണ്ടുവരും, പിന്നെ പനി പിടിക്കില്ലേ? നിൽക്ക്, ഞാൻ മരുന്നെടുത്തു വരാം. അങ്ങനെ ആ ഐഡിയ ഫലിച്ചു. അപ്പൊ ഇന്നും ഹോംവർക്ക് ചെയ്യണ്ട, സ്കൂളിലും പോകണ്ട. ജോമി, ഈ മരുന്ന് വേഗം കുടിക്കി. നാളെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം, എന്നാലേ പനി മാറുകയുള്ളൂ. സാരമില്ല, കുറച്ചു നേരം കിടന്നോ. ഒന്ന് വിയർത്താൽ ശരിയാവും. അമ്മയൊന്ന് ഉഷാന്റിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. ഓ, എന്തൊരു കയ്പാ മരുന്നിന്. സാരമില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. എന്തായാലും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി സുഖമായി ഉറങ്ങാം. അയ്യോ അമ്മേ, എനിക്ക് വയറ് വേദനിക്കുന്നേ. അയ്യോ, പനിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് കുടിച്ച മരുന്ന് കൊണ്ടാണോ ഇനി വയറുവേദന? അമ്മേ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ ഇവിടെയില്ല. അമ്മയോട് ഇനി വയറുവേദനയുടെ കാര്യം കൂടി പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കള്ളവും വിളിച്ചിട്ടാവും. അത് വേണ്ട. ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? ഐഡിയ. ഡാഡി വയറുവേദന വരുമ്പോൾ കുടിക്കുന്ന ഒരു മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കാം. യെസ്, ഇത് തന്നെ. അമ്മ വരുന്നതിന് മുന്നേ ഈ മരുന്നെടുത്ത് കഴിക്കാം. ജോമി, എന്താണ് ഡാഡിയുടെ മെഡിസിൻ ബോക്സിൽ? അത് ഒന്നുമില്ല അമ്മേ. ജോമി, നോക്ക്, മരുന്ന് നിനക്ക് കളിക്കാനുള്ളതല്ല, അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്. അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. മുതിർന്നവരുടെ മരുന്ന് കുട്ടികളും കുട്ടികളുടെ മരുന്ന് മുതിർന്നവരും ഡോക്ടറുടെ സമ്മതമില്ലാതെ കഴിക്കാൻ പാടില്ല. സോറി മമ്മി, ഞാൻ ഓവർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പണി അഭിനയിച്ചതായിരുന്നു. സാരമില്ല, പോട്ടെ. ഇനി ശ്രദ്ധിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം. അമ്മ പറഞ്ഞു തരാം.